ഷാജേട്ടാ നമസ്കാരം. നമസ്കാരം. നമസ്കാരം ചേട്ടാ, ഇന്ന് പിന്നെ പ്രമുഖ മലയാള പത്രങ്ങളിലൊക്കെ ഒരു ചിത്രം വന്നിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ ഫിലിം ഫെസ്റ്റിവലില് അതിഥിയായി വന്ന നടിക്ക് അദ്ദേഹം ഒരു മെമന്റോ കൊടുത്തപ്പോ ആ ശില്പം തലതിരിച്ചാണ് അദ്ദേഹം കൊടുത്തത്. അപ്പൊ അതിൽ ഞാൻ കൂടുതൽ പിന്നെ അതിന്റെ മറ്റു വശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മൾ വിമർശിക്കാൻ ആളല്ല. എന്നാലും ആ വിഷയം ഒന്ന്. രണ്ട് ഈ മരണം കഴിഞ്ഞിട്ട് പിന്നെ മാസം 2 ആകുന്നു. അതായത് ADM എന്ന വലിയൊരു ഉദ്യോഗസ്ഥൻ, ജില്ലയിലെ രണ്ടാമത് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം മരിച്ചിട്ട് 2 മാസം. ഇന്ന് 14 തീയതി. അദ്ദേഹത്തിന്റെ അവസാന ദിവസമാണ്, ജീവിതത്തിലെ അവസാന ദിവസമായിരുന്നു ഇതുപോലൊരു 14 തീയതി ഒക്ടോബർ മാസം. ഇതുവരെ ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കുടുംബത്തോടോ അല്ലെങ്കിൽ എന്താ പറയാ അതിനെ സംബന്ധിച്ച് ഒരു പ്രതികരണവും അദ്ദേഹത്തിന്റെ കുടുംബത്തോടെന്ന രീതിയിൽ പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പോ ഇതിൽ നിന്ന് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, അല്ലാതെ CPM രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം മുഖ്യമന്ത്രി അല്ല. ഒന്ന് പറയാമോ ചേട്ടാ? ഇതില് പ്രാഥമികമായ സംഭവം എന്താന്ന് പറഞ്ഞാല് പിന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞാണ്. ഇയാള് പ്രതി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് സംസ്ഥാന പോലീസ്. എന്തുകൊണ്ടാണ് അത്തരമൊരു അഭിപ്രായം പഠനം നടത്തുന്നതെന്നാണ് പ്രാഥമികമായ ചോദ്യം. അത് നോക്കൂ നിങ്ങൾ, കേരളത്തിനകത്ത് പിന്നെ EK നായനാർ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിലാണെങ്കിൽ ഈ രീതിയിലല്ല പോവുക. ഈ രീതിയിൽ ഇത്ര വഷളാവില്ല. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിലായിരുന്നെങ്കിൽ ഇത്തരമൊരു കേസേ സംഭവിക്കില്ല. ഞാനിത് രണ്ടും പറയാനൊരു കാരണം എന്താന്ന് പറഞ്ഞാല്, VS മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ VSന്റെ ഓഫീസ് നിയന്ത്രിക്കുന്നത് കൃത്യമായ ജനാധിപത്യ ബോധവും പൗരബോധവും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുമുള്ളവരാണ് ആ ഓഫീസ് നിയന്ത്രിച്ചിരുന്നത്. നയനാർ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന P ശശിയെ ഇയാളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി വെക്കുമ്പോൾ അതിൽ നിന്ന് അത്തരം ഒരു നിർദ്ദേശം വെച്ചത് പോലും ഇപ്പോഴത്തെ പിന്നെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഇയാളാണ് പിന്നെ ശശി എന്ന് പറഞ്ഞ ആളെ കൂടി അവിടെ കൊണ്ട് ജീവിച്ചത്. അതിന്റേതായിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. ഇതാണ് ഈ 2 വിഷയങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിനകത്തെ കാരണം ജില്ലയിലെ രണ്ടാമത്തെ ഉയർന്ന ഉദ്യോഗസ്ഥൻ, അത്തരമൊരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ആത്മഹത്യയാണോ കൊലപാതകമാണോ ഒരു സംഭവം നടന്നിട്ട് ഇതിനെക്കുറിച്ചുണ്ടായിരിക്കുന്ന ഒരു പ്രാഥമികമായിരിക്കുന്ന ഒരു ചർച്ച പോലും നടക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു അന്വേഷണം പോലും ഗൗരവത്തിൽ നടക്കുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇതിന്റെ പുറകിൽ ഇപ്പോഴും ചരട് വലിക്കുന്ന ഒരേ ഒരാൾ ആരാണ്? അതിൽ ഏറ്റവും പരമപ്രധാനം കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് എന്ന് നമുക്ക് ന്യായമായും സംശയിക്കാവുന്നതാണ്. ഇത്തരമൊരു ന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട്, ഒരു സാമാന്യ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു നിഗമനം എന്താന്ന് പറഞ്ഞാൽ, കേരളത്തിനകത്ത് നീതിന്യായ നിർവഹണം ഉണ്ട് എങ്കിൽ, കോടതികൾ മാന്യമായി പ്രവർത്തിക്കുന്ന സംവിധാനം ഉണ്ട് എങ്കിൽ, ജനാധിപത്യവും പൗരബോധവും ഇനിയും മരിക്കാതെ ബാക്കി നിൽക്കുന്നുണ്ട് എങ്കിൽ, ഇയാളെ പ്രതിപട്ടികയിൽ പ്രതി ചേർത്ത് ഈ സംഭവത്തിന് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അത് രജിസ്റ്റർ ചെയ്യാൻ നിൽക്കുന്ന ആരെങ്കിലും പൗരാവകാശ ബന്ധമുള്ള ആരെങ്കിലും ഇത് കൊടുക്കേണ്ടതാണ്. ഇനി പിന്നെ ഇതിനകത്ത് വരുന്ന വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം എന്താന്ന് പറഞ്ഞാല്, പാർട്ടി എന്ന് പറയുന്നതിനകത്ത് ഈ MP ഗോവിന്ദൻ നോക്കുകുത്തിയായിരിക്കുന്ന ഒരാളായി മാറി എന്നതാണ് അതിൽ ഏറ്റവും നിസ്സഹായമായ അവസ്ഥ. വെറും നോക്കുകുത്തി. ഞാനൊരു തവണ ഒരു ചാനൽ കത്തിയ കേരളത്തിൽ സർവ്വസാധനത്തിനും വില കയറുകയാണ് ചെയ്തത്. മുഴുവൻ ഇപ്പൊ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് വാണം പോലെ എല്ലാ സാധനത്തിനും വില കയറുകയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ വില ഇടിഞ്ഞിരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇടിഞ്ഞിരിക്കുന്ന ഒരൊറ്റയാളുണ്ടെങ്കിൽ ആ ആളാരാണെന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഗോവിന്ദന്റേതാണ്. ഒരു നടത്തുന്ന ഏതെങ്കിലും ഒരു പ്രസ്താവന, ഒരു സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അയാൾ നടത്തുന്നതിന് ഒന്നുമില്ല. ഇയാളാണെങ്കിലോ, ഇയാളിങ്ങനെ നേരത്തെ ജിഷ്ണു പ്രൊറായുടെ ആത്മഹത്യ നടന്ന സമയത്ത് പോലും അദ്ദേഹത്തിന്റെ അമ്മയെ കാണണമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അമ്മയെ കാണാൻ കൂട്ടാകാതിരിക്കുന്ന ആളാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ട്. ഇതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ഇയാൾ പലർക്കും ബഹുമാനപ്പെട്ടവനായിരിക്കാം, പൗരബോധമുള്ള ഒരു മനുഷ്യനും ഇയാൾ ബഹുമാനപ്പെട്ടവനല്ല. ആയിക്കൂടാ. അത് വെറുപ്പിന്റെയോ പകയുടെയോ വിഷയമല്ല. ഞാൻ ഇടയ്ക്കൊന്ന് കയറുകയാണ്. ചേട്ടൻ പറഞ്ഞില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവരായിരിക്കില്ല. ഇന്നിപ്പോ രാജ്യാന്തര ചലച്ചിത്രോത്സവം നടക്കുന്ന വേദിയിലേക്ക് ഇദ്ദേഹം വന്നപ്പോൾ അവിടെ വന്ന ഡെലിഗേറ്റ്സുകൾ കൂവിയാണ് ഇദ്ദേഹത്തെ സ്വീകരിച്ചത്. അതിലേക്ക് പറയാം. അപ്പൊ ഇത്തരം ഒരു ചിത്രം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈ പറയുന്ന പിന്നെ ഒരു മൊമെന്റോ കൊടുക്കുന്ന മൊമെന്റോ ട്രോഫി കൊടുക്കുന്ന അത് തലതിരിഞ്ഞു പോകുന്നത്. ഇയാൾ ഈ ഭൂമിയിലുള്ള മുഴുവൻ ആൾക്കും സ്ഥിരബുദ്ധിയില്ല എന്ന് പറയുന്ന ഒരാൾ ആക്ഷേപിക്കുന്ന ഒരാളാണ് ഇയാൾ. ഈ ചങ്ങായിക്ക് സ്ഥിരബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഏത് ഭൂമി കണ്ടിരിക്കുന്ന ഏത് പോട്ടറായാലും ശരി, ഏത് പോട്ടറായാലും വിഡ്ഢിയായാലും ശരി, തന്റെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു സാധനം എന്താണ്, ഈ മൊമെന്റോ എന്താണെന്ന് നോക്കൂലേ? ഇതുപോലും നോക്കാനുള്ള സ്ഥിരബുദ്ധി ഇല്ലാത്ത ഒരുത്തൻ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയായി വാഴുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്?
കേരളത്തിലെ 3.25 കോടി ജനതയെ അപമാനിക്കലാണ് സാരത്. പൗരബോധമുള്ളവരെ പുച്ഛകനാണത്. ഇവിടെയാണ് അതിനകത്ത് കൂവിയിരിക്കുന്ന ഒരാൾ കൂവിയല്ലോ. ഈ കൂവിയപ്പോഴാണ് ഈ അല്പൻ ആലോചിക്കുന്നത്. ഈ അല്പൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അല്പൻ ആലോചിക്കുന്നത് 200 പോലീസ് വിഭാഗത്തിന്റെ അകമ്പടി, ചർക്കാറ്റഗറിക്ക് സമാനമായിരിക്കുന്ന സുരക്ഷ, ഇതെല്ലാം ഉണ്ടായിട്ട് പോലും ഒരാൾ കൂവാൻ തീരുമാനിച്ച പോലെ അയാൾ കൂവി. അയാൾ ആലോചിക്കുന്നത് ഇയാളുടെ അധികാരവും ഇതെന്റെ അർമാദിപ്പും ഈ പറയുന്ന സുരക്ഷിതത്വം എത്രമാത്രം ചെറുതായി പോയുള്ളൂ ആ കൂവിയിരിക്കുന്ന മനുഷ്യന്റെ മുന്നിൽ, എത്രമാത്രം നിസ്സാരനായി പോയി ഇയാൾ. അതാൻ പറഞ്ഞത് അയാൾക്ക് തലക്ക് തൂവില്ല എന്നല്ലേ? ഈ ചങ്ങായിക്ക് തലക്ക് തൂവുണ്ട്. ഇയാൾക്ക് തലക്ക് തൂവുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു മൊമെന്റ് തിരിച്ചു കൊടുക്കുമോ? ആളുകളുടെ മുമ്പിൽ ഇത്രയേറെ പരിഹാസ്യനായി മാറിയിരിക്കുന്ന ഒരാൾ, അവിടെ ഇത്രയും പരിഹാസ്യനായിരിക്കുന്ന ഒരാളിൽ എന്താണെന്ന് പറഞ്ഞാൽ ചാടിച്ച് പുറത്താക്കുന്നതാണ് പാർട്ടി ഈ സാധ്യത മാറുന്നത്. അയാൾ 3-ാം തവണയും വരാനല്ലേ ഇവിടെ പിന്നെ കോപ്പ് കൊടുന്നു കിടുക. ഈ വരുന്ന ഒരു ചിത്രം ഉണ്ടാകുക എന്ന് പറഞ്ഞ അർത്ഥം എന്താന്ന് പറഞ്ഞാല് ചരിത്രത്തിൽ ഈ മനുഷ്യൻ കൂവിയല്ലോ, അത് ചരിത്രത്തിൽ എന്നും മുളച്ചു നിൽക്കുന്ന ഒരു കൂവലാണത്. ഇയാളുടെ അധികാരങ്ങൾ എത്രമാത്രം നിഷ്പ്രഭമായി പോയി. ഒരാൾ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചാൽ ആ പ്രതിഷേധത്തെ തടയാൻ ഇയാളേക്കാൾ വലിയ പ്രമാണി വന്നാൽ പോലും ഒരധികാരത്തിനും സാധ്യമാവില്ല. കാരണം ജനാധിപത്യ ബോധം എന്ന് പറയും പ്രതിഷേധിക്കാനുള്ള അവകാശം. ഇതാണ് ഞാൻ പറഞ്ഞാണ് പ്രതിഷേധിക്കാൻ. ജനാധിപത്യ വിചാരം എന്താണ്? എനിക്ക് വിയോജിക്കാനുള്ള അവകാശം, ഫ്രീഡം ടു ഒപ്പോസ്, വിയോജിക്കാനുള്ള അവകാശമാണത്. ഈ അവകാശം ഒരാൾക്ക് നിഷേധിച്ച ഒരാളുടെ മുമ്പിലാണ് എന്ത് വന്നതറിയാം? ഇയാള് ഞാൻ തിരിച്ചു നോക്കട്ടെ, അയാൾക്ക് സുഖമില്ലാതെ അയാൾക്ക് അങ്ങനെയാണ് പുറത്ത് എവിടെയും പറ്റി പോയിക്കൂടായിരുന്നോ? ഇവിടെ അയാൾ കൂവിയത് എന്തിനാണ്? തീരുമാനിച്ച് ഉറപ്പിച്ചു വന്നതാണ്. നിന്റെ ഒരു അധികാരവും എന്റെ പ്രതിഷേധത്തിന്റെ മുമ്പിൽ നിൽക്കില്ലടോ എന്ന് കാണിക്കാൻ കൂടി എന്ന രീതിയിൽ പ്രതിഷേധിച്ചാണ്. വൈലോപ്പള്ളി മറ്റു രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കവി എന്നുള്ളത് വൈലോപ്പള്ളി വേറെ രീതിയിൽ ഇത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു ചിത്രം ഉണ്ടായി എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് പറഞ്ഞാല് കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും അല്പനായ ഒരു മുഖ്യമന്ത്രി, ഏറ്റവും നിസ്സഹായനായിട്ടുള്ള മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയിൽ നിന്ന് ഇതിനപ്പുറത്തൊന്നും നിങ്ങൾ അപ്പുറത്തൊന്നും ഒരു സംഭവം പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരു കേരളത്തിനകത്തെ ഈ രണ്ട് സംഭവത്തിലെ ഈ സമാനതകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന സാധനം എന്താ അറിയാം? ഈ കേരളത്തിൽ ഇത്രയേറെ എന്താ പറയാ അസൂരബുദ്ധിയുള്ള ഒരാളെ കാണിച്ചു തരാൻ പറ്റും. അസൂരബുദ്ധിയുള്ളത്, നീചബുദ്ധിയുള്ളത്. അവിടെ ശരിക്കും ഇയാളെ വിളിക്കേണ്ടുന്ന പേരെന്താണ്? ശരിക്കും അസുരാഗ്രജൻ എന്നോ മറ്റോ വിളിക്കരുത്. അസുരാഗ്രജൻ, അസുരന്മാരിൽ അഗ്രജനായിരിക്കുന്നവൻ, അസുരാഗ്രജൻ എന്നോ മറ്റോ ഇയാളെ വിളിക്കേണ്ടതാണ്. അത്രമാത്രം വെറുപ്പുളവാക്കുന്ന പ്രവൃത്തികൾ ചെയ്തിട്ട് ഈ പ്രവൃത്തികൾ ചെയ്തിരിക്കുന്ന ആളെയാണ് നമ്മൾ ആർക്കടോ ഇയാൾ ബഹുമാനം? എന്താണോ ഇയാൾ ബഹുമാനിക്കുന്നത്? ഈ മാതിരി വൃത്തികേടുകൾ മുഴുവൻ കാട്ടിക്കൂട്ടിയിട്ടോ? ഒരു സ്ത്രീ, ഒരു 2 മക്കളുടെയും എന്താ പറയാ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു ഭാര്യയുടെയും അവരുടെ വേദന പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാലോ? അതിന്റെ മുകളിൽ കോടതിയിൽ CBI എൻക്വയറി നടത്തേണ്ടതെന്ന് സാധ്യം പിടിച്ചുകൊണ്ട് നിൽക്കുക. അതിനർത്ഥം ഒന്ന് മാത്രമേ ഉള്ളൂ. അതിനർത്ഥം എന്താ? ഇയാൾ കൂടി ഉൾപ്പെട്ടിരിക്കുന്ന സംഭവമല്ല, ഇയാൾ കൂടി അറിഞ്ഞുകൊണ്ട് ബോധപൂർവ്വം നടത്തിയിരിക്കുന്ന ഒരു സംഭവത്തിന്റെ ബാക്ക് ഹിസ്റ്ററി ഇതിനകത്തുണ്ട് എന്ന് ന്യായമായി നമുക്ക് സംശയിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നവീൻ ബാബുവിന്റെ കൊലപാതകം സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ മരണം സംഭവിച്ചിട്ടുള്ള ദുരൂഹതക്കകത്ത് ഒരു കേസ് പുത്തനായിട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് എന്താ പറയാ പൗരാവകാശ പ്രവർത്തകர்கள் കോടതിയെ സമീപിക്കുന്നതാണ്. ഇയാളെ കേസിൽ പ്രതിയാക്കണം. ഇതില്ല എങ്കിൽ ഇനി എത്ര ആളുകൾ ഈ വരുന്ന ഒരു വർഷം ബാക്കി 1.5 വർഷം ബാക്കിയില്ലേ? ഇനി എത്ര ആളുകൾ ഇതിനകത്ത് ഇതുപോലെ ആത്മഹത്യ ചെയ്യേണ്ടി വരും? എന്തുകൊണ്ട് ഒരു PHC അതൊരു ചോദ്യമില്ലേ? കേരളത്തിനകത്ത് വേറെ ഏതെങ്കിലും ഒരാളുടെ കാര്യങ്ങൾ ഇത്തരത്തിലുണ്ടാക്കുന്ന സംഭവം നടന്നിട്ടുണ്ടോ? ജനാധിപത്യം ഇങ്ങനെ ധ്വംസിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലയളവ് ഉണ്ടായിട്ടുണ്ടോ? ഇതൊന്നും ഉണ്ടായിട്ടാന്ന് പറഞ്ഞ അർത്ഥം ഇത് മാത്രമേ ഉള്ളൂ. ഇത്രയും അല്പനായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അധികാരത്തിന്റെ അർമാദിപ്പിച്ച് കാണിച്ചിട്ട് കൂവിറ്റ് ആ സത്യത്തിൽ എന്താന്ന് പറഞ്ഞാൽ എത്ര മനോഹരമാണ്. അതുകൊണ്ട് ചരിത്രത്തിൽ എന്നും മുളച്ചു നിൽക്കുന്ന കൂവലാണ് ആ ധീരസ്വരം, ആ പ്രതിഷേധത്തിന്റെ സ്വരം. ആ പ്രതിഷേധത്തിന്റെ സ്വരത്തിന്റെ അതിനെ നമിക്കാൻ പഠിക്കാതെയോ? ഷാജിയേട്ടൻ തന്നെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ചാനൽ താങ്കൾ പറഞ്ഞതാണ്, ഈ ഭരണാധികാരിയെ ജനം തെരുവിൽ നേരിടുമെന്ന്. ഇതാ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതല്ലേ ഇത്രയും വലിയ പ്രൗഢമായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ആടെ വന്ന് കൂവിയുന്ന ഒരു അർത്ഥം എന്താ? അതെത്ര നിലവാരമുള്ള ആളുകളുടെ സദസ്സാണത്. അതൊരു വലിയ ദൃശ്യബോധമുള്ള ഒരു ദൂരക്കാഴ്ചയുള്ള വലിയ ഭാവനകളുള്ള ആളുകൾ ഇരിക്കുന്ന സദസ്സാണ്. പ്രൗഢമായ സദസ്സാണത്. ആ പ്രൗഢമായ സദസ്സിനകത്ത് വെച്ചിട്ടാണ് ഇയാളെ കൂവി എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക എന്താണ് ഇത് കിട്ടുന്നത്. ആ സദസ്സിനകത്ത് വെച്ച് കൊടുക്കുന്ന ഒരു മൊമെന്റോയിലാണ് ഒരു ആ സംഭവത്തിലാണ് തലതിരിഞ്ഞു പോയത്. എന്നിട്ട് ഇയാൾ നാട്ടിലുള്ള മുഴുവൻ ആൾക്കും തലതിരിഞ്ഞു പോയി, സ്ഥിരബുദ്ധിയില്ല, അതൊരു മാനസിക പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്യുക. ഇയാളുടെ ബുദ്ധിയാണ് തലതിരിഞ്ഞ ബുദ്ധിയാണ്, സ്ഥിരബുദ്ധിയില്ലായ്മയുടെ ഒന്നാമത്തെ അടയാളമായിട്ട് ഈ സാധനവും അതൊരു കൂവലും ഈ റോബി കൊടുത്തപ്പോൾ ഇത് തലതിരിഞ്ഞു പോയതും രണ്ടും ചരിത്രത്തിൽ എന്നേക്കുമായി സ്ഥാനം പിടിക്കുന്ന ഒരു സംഭവമായിരിക്കുന്നതാണ് മിസ്റ്റർ അയ്യപ്പദാസ് എനിക്ക് തോന്നുന്നു കേട്ടോ.
ഏതായാലും ചേട്ടന് ഈ രാവിലെ തന്നെ തിരക്കുകൾക്കിടയിൽ ഈ ഒരു വിഷയം അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് താങ്കളെ വിളിച്ചത്. വിഷയത്തിൽ പ്രതികരിച്ചതിൽ നന്ദി. താങ്ക് യു. ഓക്കെ, താങ്ക് യു.